ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. സമാധാനത്തിൻ്റെയും സമത്വത്തിൻ്റെയും സത്യത്തിൻ്റെയും എല്ലാം പൊരുളായി ലോകം ക്രിസ്മസ് ദിനാഘോഷങ്ങളെ കാണുകയാണ്. എല്ലാവരുടെയും ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് അവരുടെ പരിപാടികളിലെല്ലാം ഞങ്ങളെല്ലാം പങ്കുചേരുന്നു എന്നതാണ് ആദ്യത്തെ സന്ദേശം. ഗവർണറെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ ഗവർണർ പോയിരിക്കുകയാണ്, മാറ്റിയിരിക്കുകയാണ്. മാറ്റം ചില പത്രങ്ങൾ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തെക്കാളും പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ്, വലിയ ജനകീയ അംഗീകാരമുള്ള ഗവർണറാണ്. അങ്ങനെയാണ് ഗവർണറെ പറ്റിയാണ്. അപ്പോൾ പ്രതിപക്ഷത്തെക്കാളും പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഗവർണർ, പിന്നെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ സ്വീകാര്യത നേടിയിട്ടുള്ള ഗവർണർ, അങ്ങനെയെല്ലാമുള്ള പ്രയോഗങ്ങളാണ് ഇന്ന് മലയാള പത്രങ്ങൾ, പ്രമുഖ പത്രങ്ങൾ വ്യാഖ്യാനിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗവൺമെൻറ്റുമായിട്ട് തെറ്റുന്നു, ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്ക് എതിരായി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വീരേതിഹാസം രചിച്ച ഗവർണറാക്കി മാറ്റിയത്. ഇത് അങ്ങേയറ്റത്തെ ജനവിരുദ്ധമായ സമീപനമാണ്. കാരണം ഗവർണർ ഭരണഘടനാപരമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ നോക്കിയിട്ടല്ല. ഭരണഘടനാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് പകരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചത്. നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് അംഗീകാരം കൊടുക്കാതിരിക്കുക, സുപ്രീം കോടതി ഇടപെടുമ്പോൾ അതൊരു തരത്തിലും പിന്നീട് പൊങ്ങാത്ത രീതിയിൽ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിലേക്ക് അയക്കുക തുടങ്ങിയ ഇതേവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അന്നും ഇന്നും നാളെയും നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട്. അതിനെ വെള്ളപൂശാൻ വേണ്ടി, മഹത്വവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് തികച്ചും കേരള വിരുദ്ധമായ സമീപനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ ഗവർണർ വന്നിരിക്കുന്നു. ഇപ്പോൾ BJP ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. പരമ്പരാഗത RSS BJP സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവർണറെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വരുന്ന ഒരു ഗവർണറെ പറ്റി മുൻകൂട്ടി അദ്ദേഹം ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഭരണഘടനാപരമായി പ്രവർത്തിക്കണം. ഭരണഘടനാപരമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ചില മാധ്യമങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇനി ഗവർണർ കൂടി വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന അവസ്ഥ വരുമോ എന്നപറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് വേണ്ടത്. അതല്ലേ ഭരണഘടനാപരമാണ് കേരളത്തിലെ ഗവൺമെൻറ്, ഭരണഘടനാപരമാണ് ഗവർണർ. അവർ ഭരണഘടനാപരമായ രീതിയിൽ, അതാണ് യോജിപ്പിൻ്റെ അടിസ്ഥാനം. ഭരണഘടനാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് യോജിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് സാധിക്കേണ്ടിയുണ്ട്. മറ്റ് മുൻവിധികളെ പറ്റിയൊന്നും ഞാനിപ്പോൾ പറയാൻ തയ്യാറാവുന്നില്ല. തികച്ചും ശരിയായ നിലയിൽ ഒരു മുൻവിധിയുമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഗവൺമെൻറ് പാസ്സാക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണത്തിന് ആവശ്യമായ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ഗവർണറെയാണ് ഈ കേരളം മുഴുവൻ ഇതുവരെ കണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇപ്പോഴത്തുണ്ടായിരുന്ന ഗവർണർ. അത് മാറി ശരിയായ രീതിയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോകുന്ന ഒരു സമീപനത്തിലേക്ക് ഗവർണർ എത്തണം എന്നാണ് ഗവർണറെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു മുൻവിധിയില്ല. പക്ഷേ ഈ പാലക്കാട് ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമം, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അല്ല, അതിപ്പോൾ ഇന്ത്യയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ സംഘപരിവാർ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വിചാരധാരയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ 3 ആഭ്യന്തര ശത്രുക്കളാണ്. അതിലൊന്നാണ് മുസ്ലിം, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റ്. ഇതാണ് ഇവരുടെ പ്രത്യയശാസ്ത്രം.
ഈ പ്രത്യശാസ്ത്രം വെച്ച് താൽക്കാലികമായി ലാഭത്തിന് വേണ്ടി ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ ഒരു ആശ്രയിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ജമ്മു ആൻഡ് കാശ്മീരിൽ അവിടെ സംയുക്ത ഗവൺമെൻറ് ഉണ്ടായി പ്രവർത്തിക്കാൻ പോലും BJP ഈ പറയുന്ന വിഭാഗങ്ങളുമായി ചേർന്നിട്ടുണ്ട്, മുസ്ലിം വിഭാഗമായിട്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ ഉൾപ്പെടെ ജയിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ BJP സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പകൽ വെളിച്ചം പോലെ അറിയുന്നതാണ്. പക്ഷേ മണിപ്പൂർ ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള ക്രിസ്ത്യൻ കടന്നാക്രമം ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള പള്ളികൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം തുടരുകയാണ്. കേരളത്തിലെ സ്കൂളുകളിൽ നടത്താൻ തീരുമാനിക്കുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടി പോലും ശക്തിയായി തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചില ആൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പൊതുവായി എതിർക്കപ്പെടേണ്ടുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. നവീൻ ബാബുവിന്റെ കേസിൽ പ്രാഥമികമായി ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിൽ വന്നിരിക്കുന്നത് TV പ്രശാന്തൻ കൈക്കൂലിന് നൽകിയതിന് തെളിവുകളില്ലാണ്. അന്ന് എനിക്കറിയില്ല കേസിന്റെ അവസാനത്തെ എന്താണ് നിങ്ങളല്ലേ പറഞ്ഞത്. ആയിക്കോട്ടെ, എനിക്കറിയില്ല. അതേ പ്രാഥമിക റിപ്പോർട്ട് ഞാൻ നോക്കേണ്ട കാര്യമില്ലാന്നും. അതിന് പൂർണ്ണ റിപ്പോർട്ട് വരട്ടെ, അതിന്റെ ആവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കട്ടെ. അതിന് ഞങ്ങളിപ്പം ധൃതി പിടിക്കേണ്ട കാര്യം എനിക്കറിയില്ല. എനിക്കത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതി വന്നിട്ട് തീരുമാനിക്കാൻ നടക്കണ്ട. പൂർണ്ണമായ ഉറവോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നതാണ് നന്നാവുക. അതുകൊണ്ട് തീരട്ടെ, അന്വേഷണം തീർന്ന് കാര്യങ്ങൾ വരട്ടെ, അപ്പോൾ നമുക്ക് പറയാം ബാക്കി ഏത് ശരി ഏത് തെറ്റാണെന്ന്. പകുതിക്ക് പറഞ്ഞിട്ട് പകുതി ശരിയും പകുതി തെറ്റുമാവുണ്ടല്ലോ. ആണോ? ഉണ്ടോ? നേരത്തെ പറഞ്ഞാണല്ലോ നേരത്തെ തന്നെ കരമടക്കാം എന്ന് ഗവൺമെൻറ് സമ്മതിച്ചതാണ്. പിന്നീട് അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളവരുടെ കേസും കുഴപ്പവും കൊണ്ടാണ് കരമടക്കാൻ സമ്മതിക്കാതിരുന്നത്. അവർ കോടതിയുടെ ഭാഗമായിട്ടാണ് പലർക്കും വേണ്ടത്. നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ്. അവിടെ താമസിക്കുന്ന ഒരാളെയും കുടിയിറക്കാൻ പാടില്ല. ഇതിൽ ഉറച്ച നിലപാട് CPM അന്നും തീരുമാനിച്ചിട്ടുണ്ട്, ഇന്നും തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാതെ പലരും മതത്തിൻ്റെയും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെയും എല്ലാം പേരിൽ പല രീതിയിലുള്ള വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യനെ ഒരാളെയും എന്തിൻ്റെ പേരിലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല. ഗവൺമെൻറ്റിൻ്റെ സമീപനം അതായതുകൊണ്ടാണ് കരമടക്കാനുള്ള സൗകര്യം കൊടുക്കാം എന്ന് തീരുമാനിച്ചത്. ഇല്ല, ഒരു വൈകലും ഉണ്ടായിട്ടില്ല. കൃത്യസമയത്താണ്. അന്ന് മുമ്പ് ഇപ്പോഴല്ല, നേരത്തെ തന്നെ. ഇപ്പോൾ കോടതിയുടെ മുമ്പിലല്ലേ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. തിരുവനന്തപുരം സമ്മേളനത്തിൽ EPA LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ആ വിഷയം ചർച്ചയായിട്ടുണ്ടായിരുന്നു. അത് സമ്മേളനത്തിൻ്റെ ചർച്ച നിങ്ങൾ പറയേണ്ട കാര്യമില്ല. മറുപടി അല്ല, എൻ്റെ മറുപടി നിങ്ങൾ പറയുന്നല്ലേ. എൻ്റെ മറുപടി അല്ലാതെ നിങ്ങളെന്നല്ല മറുപടി ഉണ്ടാക്കുന്നത്. CPIM സംസ്ഥാന സമ്മേളനത്തിൻ്റെ അകത്ത് നടത്തിയിട്ടുള്ള, ഞാൻ പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ടില്ല, ഒരു പ്രസംഗത്തിലും പരസ്യമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ സംസാരിച്ചു എന്ന് പറയുന്ന സംഘടനാ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ എന്നോട് പ്രതികരണം ചോദിക്കുകയാണ്. ശുദ്ധ അസംബന്ധം. ഞാൻ പറഞ്ഞത് ഇത്തിരി മനസ്സിലാക്കിയാൽ മതി. ശുദ്ധ അസംബന്ധമാണെന്ന്. എന്തെന്ന് അവിടെ ഞാൻ പ്രസംഗിച്ചു. അത് പ്രസംഗിച്ചത് സമ്മേളനത്തിലാണ്, ഇത് പ്രതിനിധി സമ്മേളനത്തിൽ. അത് സംബന്ധിച്ച് നിങ്ങൾ തെറ്റായ വാർത്തയുണ്ടാക്കി ആ വാർത്തക്ക് ഞാൻ പ്രതികരിച്ച് മറുപടി പറയണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അതിന് മനസ്സില്ല. മനസ്സിലാക്കി.